ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളെ ഇപ്പോൾ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ്. പിണറായി വിജയന്റെ വസതിക്ക് മുന്നിലേക്കാണ് പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് 25 പേരെയാണ് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ കേസിലാണ് നിർണായകമായ തെളിവെടുപ്പ് നടക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. സലാം ബി ഹൈദ്രോസ് ചേരുന്നുണ്ട്. സലാം. ശീതൾ, ഇപ്പോൾ ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ഇപ്പോൾ ആ പ്രതികളെ മുഴുവൻ തന്നെ ഇറക്കി ഇപ്പോൾ അതിന്റെ തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ കേസിൽ 1 മുതൽ 5 വരെയുള്ള പ്രതികളെയാണെന്ന് ഉച്ചയ്ക്ക് മജിസ്ട്രേറ്റ് കോടതി പോലീസിനെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തത്. തൊട്ട് പിന്നാലെ തന്നെ ജില്ലാ ജയിലിൽ നിന്നും പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഇതിനുശേഷം 1 മണിക്കൂറോളം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മൊഴി എടുത്ത ശേഷമാണ് ഇപ്പോൾ വലിയ സുരക്ഷാ സന്നാഹത്തോടെ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഈ പ്രധാന ഗേറ്റിന് തൊട്ട് മുന്നിൽ വച്ചാണ് അന്ന് റെയ്ഡിന് ശേഷം പുറത്തേക്കിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ 100 കണക്കിന് വരുന്ന CPM പ്രവർത്തകർ ആക്രമിച്ചത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അന്ന് ഈ കാറിന്റെ ചില്ലുകളടക്കം ഇഷ്ടികയും കല്ലും മറ്റു ദണ്ടുമെല്ലാം ഉപയോഗിച്ച് അന്ന് തകർത്തിരുന്നു. മാത്രമല്ല ഈ പ്രതികൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു അന്ന് ആക്രമണം നടത്തിയത്. ഇതിനുശേഷം പോലീസ് ഏതാണ്ട് കണ്ടാൽ തിരിച്ചറിയുന്ന 46 ഒപ്പം തന്നെ അതുപോലെ തന്നെ മൊത്തം 300 പേരെ പ്രതികളാക്കി പോലീസ് അന്ന് കേസെടുത്തിരുന്നു. ഈ കേസിൽ ഇതുവരെയും 26 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസും ഒപ്പം തന്നെ അന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് തടയാൻ ശ്രമിച്ച പോലീസുകാരെ ആക്രമിച്ച കേസും, അങ്ങനെ 2 കേസുകളാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഈ ആക്രമണത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ അതിലേക്ക് കൂടി ഇപ്പോൾ SIT പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഇന്ന് ഈ 5 പ്രതികളെയും പോലീസ് കസ്റ്റഡി വിട്ടുകൊടുത്തിട്ടുള്ള ഉത്തരവിൽ തന്നെ ഇക്കാര്യം കോടതി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 4 കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രതികളെ പോലീസ് കസ്റ്റഡി വിട്ടുകൊടുത്തത് എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. ഒന്ന്, ഇവർ ഉപയോഗിച്ച ആയുധം കണ്ടെത്തണം. ഇപ്പോൾ ഈ പ്രതികളുടെ കൂട്ടുപ്രതികളെ കണ്ടെത്തണം. മറ്റൊന്ന്, ഈ കേസിന് പിന്നിൽ ഗൂഢാലോചന കണ്ടെത്തണം. ഏറ്റവും മറ്റു പ്രധാനം ഇതിന്റെ CCTV ദൃശ്യങ്ങൾ കസ്റ്റഡി എടുക്കണം. ഇത്രയും 4 ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് പോലീസിനെ കസ്റ്റഡി അപേക്ഷ എന്ന് കോടതി അനുവദിച്ചുകൊണ്ട് 1 മുതൽ 5 വരെയുള്ള പ്രതികളെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രമാണ് ഈ തെളിവെടുപ്പ് നടന്നത്. അതായത് പിണറായി വിജയന്റെ വീട്ടിനകത്തേക്ക് കയറിയില്ല. പകരം ഈ അക്രമം നടന്ന ഈ പ്രധാന ഗേറ്റിന് മുൻവശമുള്ള റോഡിൽ വെച്ചുകൊണ്ട് ഈ പ്രതികളെ പോലീസുകാരുടെ സംരക്ഷണയിൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ചെയ്തത്.